നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിസ്ചാർജ് ത്രൂ ലാർജ് റെക്ടാങ്കുലർ ഓറിഫൈസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തുമായിരുന്നു സ്മോൾ ഓറിഫൈസിനകത്ത് വെച്ചിട്ടുള്ളതായിരുന്നു പഠിച്ചത്. എന്തുമായിരുന്നു നമ്മുടെ ലാർജ് ഓറിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഈസ് ലെസ് ദാൻ ഹെഡ് ഓഫ് ദ ലിക്വിഡ് ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ 5 times ദ ഡെപ്ത് ഓഫ് ഓറിഫൈസ് ആയിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ ലാർജ് ഓറിഫൈസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ സാധാരണ സ്മോൾ ഓറിഫൈസിനകത്ത് നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്ത ഇക്വേഷനാണ് Q = CD × A × √2GH. പക്ഷേ നമ്മൾ ലാർജ് റെക്ടാങ്കുലർ ഓറിഫൈസ് നമ്മൾ ഈ ഇക്വേഷൻ എടുത്തതിൻ്റെ കാരണം തന്നെ ഇവിടെ വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. വെലോസിറ്റി ഈസ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്തിട്ടായിരുന്നു നമ്മളിവിടെ എടുത്തേക്കുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ലാർജ് ഓറിഫൈസ് ലാർജ് കേസിലെ വെലോസിറ്റി എന്ന് പറയുന്നത് നോട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഹെഡിങ് എല്ലാവരും എഴുതി കഴിഞ്ഞിട്ട് ഒരു സബ് ഹെഡിങ് എഴുതിക്കണം. ഫ്ലോ ത്രൂ ഓറിഫൈസ്, ഫ്ലോ ത്രൂ ലാർജ് ഓറിഫൈസ്, ലാർജ് ഓറിഫൈസ് സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് അവിടെ ആയിട്ട് എഴുതാം ഇഫ് ദ ഹെഡ് ഓഫ് ലിക്വിഡ് is less than 5 times the depth of orifice then it is called the orifice is called large orifice. Okay, full stop. In case of small orifice the velocity in the entire cross section of the jet is considered to be constant, comma, therefore the discharge can be calculated by Q = CD × A × √2GH. But in case of a large orifice the velocity is not constant over the entire cross section of the jet and hence Q cannot be calculated by Q = CD × A × √2GH. ഓക്കെ, ഇതാണ് ഇത്ര എഴുതി കഴിഞ്ഞ് ഇനി നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. വേണമെങ്കിൽ ഒന്നുകൂടെ ഹെഡിങ് കൊടുത്തോളാം. ഡിസ്ചാർജ് ത്രൂ
large rectangular orifice. ഓക്കെ, ഈ ഫിഗർ ഒന്ന് വരച്ചെടുക്കാം. എന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലാർജ് റെക്റ്റാങ്കുലർ ഓറിഫൈസ് ഉണ്ട്. ഒരു വാട്ടർ ടാങ്കിൻ്റെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഓറിഫൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് ഡയറക്റ്റായിട്ട് വന്ന് വിത്ത് എ കോൺസ്റ്റൻറ്റ് ഹെഡ് എച്ച് എന്ന് പറയുന്നൊരു ഹെഡിലായിരിക്കും നമുക്ക് എന്താണ് വാട്ടർ പോകുന്നത്. ഇതിൻ്റെ അകത്ത് പിന്നെ ഇനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ എഴുതി പോകാം നമുക്ക്. ഓക്കെ, കൺസിഡർ a large rectangular orifice in one side of a tank discharging freely into atmosphere under constant head H. Let capital H1 height of liquid above top edge of orifice. H2 എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ലിക്വിഡ് എബോവ് ബോട്ടം എഡ്ജ് ഓഫ് orifice. B, small letter B, breadth of orifice. സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്ന ഡെപ്ത് ഓഫ് orifice. ഞാൻ ഫിഗർ വെച്ച് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ H1 എന്ന് പറയുന്നത് ഈ ഒറിഫൈസിൻ്റെ ടോപ്പ് എൻഡ് വരെ, അതായത് ഒറിഫൈസ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ടോപ്പ് എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസാണ് H1 ഫ്രം എന്തുവാണ് എബോവ് ദ വാട്ടർ ലെവൽ, ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ്. H2 എന്ന് പറയുമ്പോൾ ഈ ഒറിഫൈസിൻ്റെ ടോപ്പ് എഡ്ജ്, അതായത് ഈ ബോട്ടത്തിൻ്റെ ടോപ്പ് എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസാണ് H2. അപ്പം നമുക്ക് എങ്ങനെയായിരിക്കും ഓറിഫൈസിൻ്റെ ഈ ഡെപ്ത് ഡി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാം? H2 മൈനസ് H1 ആണ് നമുക്ക് പറയാം, ഈക്വൽ ടു H2 മൈനസ് H1. ഇനി എന്താണ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓറിഫൈസ് നമ്മളിങ്ങോട്ട് സെക്ഷൻ എടുത്ത് പറ്റും. ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഡ്ത്താണ്, ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെപ്തും ആയിരിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് സി ഡി എന്ന് പറയുന്നത് അതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു എലമെൻ്ററി പ്രൊഫൈൽ എടുക്കുകയാണ്. ഡി എച്ച് എന്ന് പറയുന്ന ഒരു എലിമെൻ്ററി പ്രൊഫൈൽ. അതെന്ന് പറഞ്ഞാൽ അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ എച്ച് ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഇൻ ദ ടാങ്ക് ആയിരിക്കും. എഴുതിക്കോളാം. കൺസിഡർ ആൻ എലമെൻ്ററി strip, horizontal strip of depth dh at a depth of small letter h below the free surface of the liquid in the tank. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഏരിയ ഓഫ് സ്ട്രിപ്പ് ഈക്വൽ ടു എന്തായിരിക്കും എന്ന് ബി ഇൻറ്റു ഡി എച്ച് എന്ന് പറഞ്ഞ് എഴുതാം. ഇനി നമുക്ക് അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുവാണ് തിയററ്റിക്കൽ വെലോസിറ്റിയാണ്. തിയററ്റിക്കൽ velocity of water through strip.
ട്രൂ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? √2gh ആണ്. അപ്പം നമുക്ക് ആ എലമെൻ്ററി സ്റ്റെപ്പിൻ്റെ ഡിസ്ചാർജ് തന്നെ. ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? CD ഇൻറ്റു ഏരിയ ഓഫ് സ്ട്രിപ്പ് ഇൻറ്റു വെലോസിറ്റി. അപ്പം നമുക്ക് അടുത്തത് therefore discharge through elementary strip എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? Q is equal to CD ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് സ്ട്രിപ്പ്. എന്തായിരിക്കും വരിക? CD ഇൻറ്റു B ഇൻറ്റു DH ഇൻറ്റു √2gh. ഇങ്ങനെയായിരിക്കുമല്ലോ വരുന്നത്. അപ്പം നമുക്ക് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? CD ഇൻറ്റു B ഇൻറ്റു √2gh ഇൻറ്റു DH എന്നായിരിക്കും വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചെറിയൊരു സ്റ്റെപ്പിൻ്റെ ആയിരിക്കും. നമുക്കിതിനെ എന്തായിരിക്കണം? ഹോൾ ഓറിഫൈസിനായി വെച്ചിട്ട് നമുക്കതിനെ ചെയ്യണം. Therefore total discharge through the whole orifice. എങ്ങനെയായിരിക്കും വരുന്നത്? നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. Q is equal to integral h1 to h2 into CD into B into √2gh into dh. ഇതിനകത്ത് കോൺസ്റ്റൻ്റ് ഏതൊക്കെയായിരിക്കും? CDയും ബിയും പിന്നെന്താ √2gയും കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി എന്തായിരിക്കും വരുന്നത്? ഇൻ്റഗ്രൽ h1 to h2 √h dh. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും കിട്ടുക? CD ഇൻറ്റു B ഇൻറ്റു √2g ഇൻറ്റു സ്മോൾ ലെറ്റർ h റേസ് ടു 3/2 by 3/2 ലിമിറ്റ് h1 to h2 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? CD ഇൻറ്റു B ഇൻറ്റു √2g ഇൻറ്റു h2 ഇൻറ്റു പിന്നത്തെ കോൺസ്റ്റന്റ് താഴത്തെ ഉള്ളതെന്ന് പറയുമ്പോൾ 2/3 എന്ന് പറഞ്ഞ് ഇവിടെ വരും. 2 ഇൻറ്റു h2 റേസ് ടു 3/2 മൈനസ് h1 റേസ് ടു 3/2. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടെ വൃത്തിക്ക് എഴുതാം. Q ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു CD ഇൻറ്റു B ഇൻറ്റു √2g ഇൻറ്റു h2 റേസ് ടു 3/2 മൈനസ് h1 റേസ് ടു 3/2. ഇതായിരിക്കും നമ്മുടെ എന്താണ് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ഇത് യൂസ് ചെയ്ത് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്.